ഇടമലക്കുടിയിൽ നിന്നും വീണ്ടും രോഗിയെ ചുമന്ന് ആശുപത്രിയിൽ എത്തിച്ചു. കീഴ്വലയം പാറക്കുടി സ്വദേശിനി രാജാത്തിയാണ് മഞ്ചലിൽ കെട്ടിച്ചുമന്ന് അടിമലത്തുറയിലെ ആശുപത്രിയിൽ എത്തിച്ചത്. 4 കിലോമീറ്റർ ദൂരമാണ് രോഗിയുമായി പ്രദേശവാസികൾ സഞ്ചരിച്ചത്. ഇടമലക്കുടിയിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിലും രോഗികളെ ചുമന്ന് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. രാഹുൽ സുരേഷുണ്ട് വിശദാംശങ്ങളുമായി. രാഹുൽ, ഈ ദൃശ്യങ്ങൾ എന്തൊരു കഷ്ടമാണ്. ഈ പുഴ മുറിച്ചു കടക്കാം, അവർക്ക് ഒരു ആശുപത്രിയിൽ എത്തിക്കണമെങ്കിൽ കൃത്യമായ റോഡോ മറ്റ് സംവിധാനങ്ങളോ ഇതിനകം അവിടെയില്ല. എന്താണ് അധികൃതർ പറയുന്നത് രാഹുൽ? ഇടമലക്കുടിയിലെ യാത്രാ ദുരിതവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ഓരോ ദിവസവും പുറത്തേക്ക് വരുന്നത് വലിയ വേദന ആളുകളുടെ മനസ്സിലും സമൂഹത്തിനും ഉണ്ടാക്കുന്നുണ്ട്. കാരണം സമൂഹത്തിന് മുക്കിലും മൂലയിലും വികസനം എത്തിയെന്ന് മാറി മാറി വരുന്ന സർക്കാരുകൾ പറയുമ്പോഴും സാധാരണക്കാർക്കിടയിൽ, പ്രത്യേകിച്ച് ഗോത്രവർഗ വിഭാഗങ്ങൾക്കിടയിൽ വലിയ ദുരിതമാണ് ആളുകൾ അനുഭവിക്കേണ്ടി വരുന്നത്. ആശുപത്രിയിലേക്ക് പോകാൻ പോലും കൃത്യമായിട്ടുള്ള റോഡോ പാലങ്ങളോ ഇല്ലാത്തതാണ് പ്രധാന പ്രതിസന്ധിയായി മാറുന്നത്. ഇന്ന് പുറത്തു വന്ന ദൃശ്യങ്ങൾ ഇടമലക്കുടിയിലെ തന്നെ കീഴ്വലയം പാറക്കുടിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഈ കീഴ്വലയം കുടി സ്വദേശിയായിട്ടുള്ള രാജാത്തീനെ 33 വയസ്സുള്ള 30 വയസ്സുള്ള രാജാത്തീനെയാണ് മഞ്ചലിൽ ചുമന്ന ആശുപത്രിയിൽ എത്തിക്കേണ്ടി വന്നത്. പനി ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ ഈ സ്ത്രീക്ക് ഉണ്ടായിരുന്നു. തൊട്ടടുത്തുള്ള ഇടമലക്കുടി ആശുപത്രിയിലാണ്. പക്ഷേ ഈ ഒരു തൂക്കുപാലം ഉണ്ട്. ആ തൂക്കുപാലം കടന്നു വേണം മുന്നോട്ട് വരാൻ. അവിടെ ഒരു പാലം വരികയാണെങ്കിൽ ജീപ്പ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവരുടെ ഉന്നതിയിലേക്ക് എത്തും. പക്ഷേ അവിടെ പാലം നിർമ്മിക്കാത്തതാണ് വലിയ പ്രതിസന്ധിയായി മാറുന്നത്. തീർത്തും അവശയായി ഈ യുവതിയെ മഞ്ചലിൽ കെട്ടി ആശുപത്രിയിലേക്ക് എത്തുകയായിരുന്നു. ആദ്യം ഇടമലക്കുടിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് മൂന്നാറിലെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പനി ഉൾപ്പെടെയുള്ള കുറേയധികം ആരോഗ്യ പ്രശ്നങ്ങൾ ഈ സ്ത്രീക്കുണ്ടെന്നാണ് പറയുന്നത്. ഈ മാസം മാത്രം ഇതിപ്പോൾ 3ാമത്തെ സംഭവമാണ് ഇടമലക്കുടിയിൽ മാത്രം ഉണ്ടാകുന്നത്. 3 സംഭവങ്ങളിലായി 3 ആളുകളെയാണ് ചുമന്ന് ആശുപത്രിയിൽ എത്തിക്കേണ്ട ഒരു ഗതികേടിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സർക്കാർ റിപ്പോർട്ട് തേടുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ റിപ്പോർട്ട് തേടുന്നത് മാത്രമല്ലാതെ ഈ സംഭവത്തിൽ ഒരു ശാശ്വത പരിഹാരം വേണം എന്നതാണ് അവിടുത്തെ ആളുകൾ ഉന്നയിക്കുകയും ചെയ്യുന്നത്. അത് എപ്പോഴാണ് എന്നുള്ളതാണ് ചോദ്യം. ഇടമലക്കുടിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടത്. ഒരു പാലമില്ലാത്തതിനാലാണ് ഈ ദുരിതം. രോഗിയെ മഞ്ചലിൽ ചുമന്ന് ആശുപത്രിയിൽ എത്തിക്കേണ്ട ഗതികേടാണ്. രാഹുൽ സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.